5ാമത്തെ കുഞ്ഞാണ് ഇത്. എന്നാ കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. എന്നെ എല്ലാവരും വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഷാഹിദേട്ട നടന്ന് എല്ലാവരും അങ്ങ് ക്ഷണിക്കുമായിരുന്നു. എല്ലാവരും വന്ന സ്ഥിതിക്ക് ഈ ചോറൊക്കെ ഉണ്ടിട്ടൊക്കെ പോവാള്ളു കേട്ടോ. എൻ്റെ അണ്ണനെ കുഞ്ഞിന് നൂല് മേടിക്കാൻ വേണ്ടി പോയേക്കുന്നു. ഇപ്പൊ ഇങ്ങനെ വരും കേട്ടാ. അണ്ണെന്ന് വെച്ചാല് ഇതുപോലൊരു സൽസ്വഭാവി ഈ ലോകത്തില്ല. അതുപോലെ ഒരാളാ എൻ്റെ അണ്ണൻ. അണ്ണൻ ഇവിടെ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയതാ. അണ്ണൻ എവിടെ? ആ ദേ വരുന്നുണ്ടോ. വന്നല്ലോ, സന്തോഷം. സന്തോഷമുണ്ട്. പ്ലീസ് നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ ഈ സലാലയിലെ 1000 ബാറുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. എന്റെ കൊച്ചിന്റെ നൂലേട്ട അപ്പൊ നിനക്ക് എന്റെ പൊന്നുമോനെ അവള് കൊല്ലും. നില്ലടി ഒരു മിനിറ്റ് ഇവനൊരു സെൽഫി നിന്ന് ഈ ബഹളത്തിന്റെ ഇടയിൽ മതിയേടാ. ഇത് പരിപാടി ആയിരിക്കട്ടെ. എന്താ മോളെ? എന്റെ പൊന്നുമോളെ ഞാൻ മറന്നുപോയി. എന്റെ പൊന്നുമോളെ ഞാൻ കേറിയ കടയിൽ ചരടില്ലായിരുന്നു.
ബിവറേജ് കോർപ്പറേഷൻ. അയ്യോ, ചാരായം മേടിക്കാനാണോ പറഞ്ഞത്? ചരട് മേടിക്കാനല്ലേ പറഞ്ഞത്? അയ്യോ എന്റെ പൊന്നെ, ഞാൻ കേട്ടത് ചാരായൊന്നായി പോയി. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ ചെന്ന് കയറിയത്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ ഇതിനോട് മിണ്ടരുത്. നീ എന്നോട് നിങ്ങൾ എന്നോട് മിണ്ടരുത്. നീ എന്നോട് നിങ്ങൾ എന്നോട് മിണ്ടരുത്. നീ എന്നോട് നിങ്ങൾ എന്നോട് മിണ്ടരുത്. നിങ്ങൾ എന്നോട് മിണ്ടരുത്. എന്തോ ചേച്ചി ഇവിടെ എന്തോ ബഹളം ഇത്? നീ എന്താ എത്ര കേട്ടില്ലയോ? ദിവസമായി? എത്ര ദിവസമായതോ? എടാ, നീ ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ വന്ന ചെറുക്കനാ. നിനക്കിത് എന്തറിയാം? എടാ, എന്റെ അണ്ണനാണെങ്കിൽ കുഞ്ഞിനെ നൂല് കെട്ടിന് ചരട് മേടിക്കാൻ പോയതാ. എന്നിട്ട് വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇയാൾ എന്തും ഇങ്ങനാടാ. കുടിച്ചിട്ട് വരും, എന്നെ അടിക്കും, കുടിക്കും, അടിക്കും, കുടിക്കും, അടിക്കും. ഇത് തന്നെ. എന്നിട്ട് ചേച്ചി നിങ്ങൾ കേസൊന്നും കൊടുത്തില്ല? ഓ, കേസ് കൊടുത്തു. കേസ് കൊടുക്കും, അടിക്കും. കേസ് കൊടുക്കും, അടിക്കും. കേസ് കൊടുക്കും, അടിക്കും. ചേച്ചി എന്നിട്ട് പോലീസുകാരെന്ത് പറഞ്ഞു? പോലീസുകാർ പറഞ്ഞു ഇനി ഈ കേസും കൂടെ അങ്ങോട്ട് വന്നാൽ എന്റെ ചോക്കുറ്റി അടിച്ചു കൂട്ടിക്കും. ഷോ, ഇനിയിപ്പോ ഇപ്പൊ എന്താ പ്രശ്നം? അണ്ണാ എഴുന്നേക്കണ്ട. അയ്യോ കണ്ട കള്ള ഇറക്കും, ഇങ്ങനെ കള്ള ഇറക്കും. അണ്ണ ഇവിടെ ഇവിടെ ഇത് ഡേ എന്താ ഇങ്ങോട്ട് നോക്കിയേ. ഒന്നും മിണ്ടായില്ലടാ. ഭയങ്കര സംസാരിക്കാൻ ഇവിടെ ആണുങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെ, മാന്യന്മാർ. ദേ, എന്റെ കൊച്ചിന്റെ നൂലിട്ട് ഷെയറിട്ട് സാധനം എടുത്തിട്ട് സാധനം എന്ത് ഒറ്റയ്ക്ക് കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളടുത്ത് അനിയ ഒന്നാമത്തെ കാര്യം സാധനത്ത് കേരളത്തിൽ വില കൂടിയൊക്കെയാണ്. അപ്പൊ നമുക്ക് കഷ്ടപ്പെട്ടാണ് വില ചെയ്താണ് സാധനം. അപ്പൊ നീ എന്നെ ഷെയറിട്ട് വലിപ്പിച്ചുകൊണ്ട് പോയല്ലേ? നീ ആവട്ടെ ഇത് ഇങ്ങനാണ് കേട്ടോ, ഇത് ഇങ്ങനാണ്. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കള്ള ഉറക്കം നടിച്ച് അങ്ങ് വേറെ ഏതോ ഒരു തലത്തിലേക്ക് അയാളങ്ങ് പോകും. എന്നെ പൊന്നു ചേച്ചിമാരെ ചേട്ടന്മാരെ, ഞാൻ അങ്ങനെ പോന്നെ അല്ല. എല്ലാവർക്കും സൗണ്ട് കേട്ടാ ഉറക്കം വരുത്തില്ല. പക്ഷെ ഇവളെ സൗണ്ട് കേട്ടാ ഞാൻ അപ്പം ഒന്ന് ഉറങ്ങിപ്പോവും. ഇവിടെ നാക്ക് എന്തോ താരാട്ട് നാക്കാണ്. അതാണ് പ്രശ്നം. എരി താരാട്ട് സൗണ്ട് എന്നോട് ഒരു സ്നേഹവും ഇല്ലടാ. ഇയാളീ കുടിച്ചിട്ട് വരുന്നില്ലയോ? നേരം വിളക്കുന്നുണ്ട് ഇങ്ങനെ എന്റെ മുതുകത്ത് മൂന്നിടി ഇടിച്ചിട്ടാടാ പോകുന്നത്. എന്തുവാ ചേട്ടാ, ഒഴിക്കാനൊക്കെ പാടുള്ളൂ ഭാര്യമാരെ? അത് വേറൊന്നും കൊണ്ടല്ലടാ വെച്ചേ. നമ്മൾ രാത്രി അടിച്ചിട്ട് കിടക്കുന്ന ത്രിപിളിക്സ് റമ്മ. അപ്പൊ രാവിലെ എണീക്കുമ്പോ അതിന്റെ ഹാങ് ഓവർ കാണും. രാവിലെ എണീറ്റ് നമ്മൾ കണ്ണും തുറന്ന് വരുമ്പോ മുറ്റത്ത് കുനിഞ്ഞ് നിന്ന് പാത്രം കഴുകുക. അപ്പൊ ഒരു ത്രിപിളിക്സ് പഞ്ച് കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിങ്ങൾ സ്കോച്ചല്ലേ അടിക്കുന്നത്, നമ്മൾ ത്രിപിളിക്സ് റം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്നിട്ടുണ്ടല്ലോടാ എന്റെ അമ്മ, എന്റെ പെറ്റാളെ നീ കണ്ടിട്ടുണ്ടോ? വന്നിട്ട് അതാ നീ കണ്ടിട്ടില്ല. എന്റെ പെറ്റാളെ ഞാനും കൂടെ മണ്ണെണ്ണവളെ കൂതിക്കെടുത്താതെ ഇങ്ങനെ വരുന്നത് കാത്തിരിക്കടാ. എന്റെ പൊന്നു പെങ്ങന്മാരെ, വെറും നുണ. കാത്തിരിക്കുകയല്ലേ ഇവളുമാര് എന്നെ അടിക്കാൻ വേണ്ടി പാത്തിരിക്കുക ചെയ്യുന്നത്. എന്റെ വെട്ടം കാണുമ്പം ഈ മണ്ണെണ്ണ വിളക്ക് രണ്ടും കൂടെ ഊതി അണച്ചിട്ട് മൂങ്ങാച്ചയെ പോലെ ഇരുട്ടത്തിരിക്കും. ഞാൻ വാതുക്ക കാല് വെക്കുന്നത് എങ്ങനെയാന്ന് അറിയില്ല. കഥവിന്റെ സാക്ഷ്യം വീഴും. ഉടുത്തിരിക്കുന്ന തുണിയല്ല എന്റെ വായിൽ കയറ്റും. അടി ഓടടി. അതാണ് നടക്കുന്നത്, അല്ലാതെ വേറൊന്നുമില്ല നടക്കുന്നത്. നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ഒരു കെയർ നിങ്ങൾക്കുണ്ടോ? എന്തെങ്കിലും ഒരു കെയർ ഉണ്ടോ? എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്റെ ഉണ്ണിക്കുട്ടനാ. ഉണ്ണിക്കുട്ടൻ മകനായിരിക്കും അല്ലേ? ആ, മകനാണ്, എന്റെ അല്ല. പിന്നെ തോണ്ടല്ല കണ്ണാടി ഇട്ടിരിക്കുന്ന മുട്ട രഘുവിന്റെ അതാണ്. കുഞ്ഞായിരിക്കും അല്ലേ? ആ, 32 വയസ്സുണ്ട് കാളയ്ക്ക്. എന്താ ചേച്ചി എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ ആധാർ ഒന്ന് ലിങ്ക് ചെയ്യണമെങ്കിൽ ഉണ്ണിക്കുട്ടൻ വേണം. എന്റെ മൊബൈലിൽ റീചാർജ് ചെയ്യണമെങ്കിൽ ഉണ്ണിക്കുട്ടൻ വേണം. എനിക്ക് പാർലറിൽ പോകണമെങ്കിലോ ഒരു ഡ്രസ് എടുക്കണമെങ്കിലോ എന്തിനും ഏതിനും എനിക്ക് എന്റെ ഉണ്ണിക്കുട്ടനെ ഉള്ളടാ. എങ്ങനെ ഇരിക്കുന്നു ഇപ്പം? അവളെ ആധാർ ലിങ്ക് ചെയ്യാൻ ഉണ്ണിക്കുട്ടൻ, അവക്ക് ബ്യൂട്ടി പാർലറിൽ പോവാൻ ഉണ്ണിക്കുട്ടൻ, അവളെ എല്ലായിടത്തും കൊണ്ട് കറക്കാൻ ഉണ്ണിക്കുട്ടൻ. ഞാൻ പൊന്നനിയാ, നീ എന്താ സത്യന്റെ വികരം പിടിച്ചിരിക്കുന്ന? നീ ആ സൈഡിലോട്ട് നോക്കടാ. അവിടെ ഇരിക്കുന്ന എന്തു വന്ന് ബൈക്കാണോ? ബൈക്ക് അല്ലാതെ നില ഒഴുകുന്ന കലപ്പൊന്നും അല്ലല്ലോ. അല്ല, അതിനകത്ത് കയറി വന്നെന്താ ഈ സ്ഥലത്തൊക്കെ ഞാൻ കൊണ്ടുപോകില്ലേടാ. എന്താ ചേച്ചി ബൈക്കിലൊക്കെ ഇരുന്ന് പൊക്കൂടെ? അയ്യോ, ബൈക്കിൽ എടാ നീ ഉണ്ണിക്കുട്ടൻ ബൈക്ക് ഓടിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? എടാ എന്നെ പുറയിലെടുത്ത് ഉണ്ണിക്കുട്ടൻ പറപ്പിക്കൂടാ. പറപ്പിക്കും, ഉണ്ണിക്കുട്ടൻ പറപ്പിക്കും. ഈ ഉണ്ണിക്കുട്ടൻ കള്ള വിസ എടുത്ത് സലാലയിൽ എവിടെയോ തങ്ങിയിട്ടുണ്ട്. അവനെ ഞാൻ എന്നെങ്കിലും തിരിച്ചു പോകുന്ന വഴിക്ക് എയർപോർട്ടിൽ ഇട്ട് ഞാൻ പിടിക്കും. അവന്റെ പറക്കുന്ന ചിറകു വരിയും അവന്റെ ചുണ്ടും ഞാൻ ചവിട്ടി പൊട്ടിക്കും. പിന്നെ അവ ഇവളെ കൊണ്ട് എങ്ങനെ പറക്കുമെന്ന് എനിക്കറിയണോ? നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നത് ഇതെല്ലാം എന്റെ അച്ഛന്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വല്ലതും കേൾക്കണമായിരുന്നു. അദ്ദേഹം മൊഴിഞ്ഞ കണ്ടു. അദ്ദേഹം ഒന്ന്
അദ്ദേഹം എന്ന് വിചാരിക്കുമ്പോൾ സംബോധന ചെയ്തപ്പോൾ നിങ്ങളെല്ലാം വിചാരിച്ചാലും വല്ല ഹെഡ് മാസ്റ്ററോ ഡോക്ടറോ ആയിരിക്കുമെന്ന്. അദ്ദേഹം ക്വയറ്റ് മാൻ, അതായത് വർക്കല ബീച്ച് പട്ടം വിൽപ്പനയായിരുന്നു. അങ്ങനെ പട്ടം പറത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒമാനെയർ വന്നപ്പോൾ അതിന്റെ ചിറകെ കുരുങ്ങി ആ നൂലി വന്ന് സലാലെ ചാടി. അദ്ദേഹം ഇവിടെ ടാറിന്റെ മണി റീടാറിങ് നടന്നപ്പോൾ സലാലയില് അയ്യപ്പങ്കഞ്ഞി കൊടുക്കുന്നെന്നും പറഞ്ഞ് തൂക്കുപാത്രമായിട്ട് ചെന്ന ആളാണ് ഇവിടെ അദ്ദേഹം അച്ഛൻ. അവിടെ ചെന്നപ്പോൾ അരുൾ പറഞ്ഞ് അയ്യപ്പങ്കഞ്ഞി അല്ലാന്ന് പറഞ്ഞപ്പോൾ ആഹാ അരവണയിട്ട് വേവിക്കുന്നു എന്ന് പറഞ്ഞ് താറ് കോരി കുടിച്ച് വായൊട്ടി പോയാലാണ് ഇവിടെ അച്ഛൻ. അതാണ് അദ്ദേഹം എന്ന് ഇവിടെ സംബോധന ചെയ്തത്. അത് കറക്റ്റാ. ധീരനായിരുന്നു അണ്ണ, എൻ്റെ ഉലഹന്നാനെ. ഇവളച്ഛൻ ധീരനായിരുന്നു. 4 മണിയാകുമ്പം മുറിക്കകത്ത് കയറി കഥവടയ്ക്കും, എന്നിട്ട് ജന്നലിൽ കൂടെ പെടുക്കും. സ്വന്തം മൂത്രം ഒഴുകി വന്നപ്പോ മലമ്പാമ്പ് വരുന്നെന്നും പറഞ്ഞ് ഇറങ്ങി ഓടിയവനാണ് ഇവളച്ഛൻ. പിന്നെ ധീരതയ്ക്കുള്ള ചക്രം എന്ന് പറഞ്ഞു പുഞ്ചിരി ആഴ്ചായിട്ട് സ്പോർട്സ് ക്ലബിന്റെ പിള്ളേര് റീത്ത് കൊണ്ടുവച്ചപ്പോ ഇവളുമാര് വിചാരിച്ചത് ചക്രമാണ്. അങ്ങനെയുള്ള ടീമാര്. പിന്നെ ഇവളച്ഛൻ ഇഹലോകവസ്ഥപ്പെടുന്ന നല്ലോണം മരിച്ചല്ല. ഈ തള്ളയും വീട് പറഞ്ഞ തള്ളയും ഈ മോളും കൂടെ കൊന്നത് അറിയാമോ അയാള്? എങ്ങനെയാണെന്നറിയാൻ കൂടെ ആ മുട്ട പപ്പസിനകത്ത് പകുതി മുട്ടയെ ഉള്ളെന്ന് പറഞ്ഞ് ഈ തള്ളയും മോളും കൂടെ അടിച്ചു കൊന്ന് സ്വന്തം അച്ഛനെ. അറിയാമോ നിനക്ക്? ചേച്ചി എവിടെങ്കിലും ലോകത്ത് മുട്ട പപ്സില്ല മൊത്തം മുട്ടയുണ്ടോ? മുട്ടയിലുണ്ടാവുന്നു. അതെ അണ്ണാ, ഏതെങ്കിലും ലോകത്ത് മുട്ട പപ്സിന്റെ ഫുള്ള് മുട്ട വെക്കൂ? ഇല്ല വെക്കില്ലല്ലോ. ആ പകുതി മുട്ട ഏത് കള്ളപ്പെണ്ടാട്ടിക്ക് കൊണ്ട് കൊടുത്തെന്നും പറഞ്ഞ് ഇവളെ അച്ഛനെ ഇവളെ അമ്മ അറഞ്ചം പുറഞ്ചം അടിച്ചു കൊന്ന്. ഇതിനൊക്കെ മുട്ട പപ്സ് ഒന്നും കണ്ടിട്ടുണ്ടോ? ചക്കക്കുരുവും തിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ടീം ഇത്. അല്ലാതെ നമ്മളെന്ത് പറയുന്നത്? ആ ടീമിന് മുട്ട പപ്സ് വേണ്ട വല്ല ഇതുണ്ടോ? അയ്യോ, ഇത് ഒരുപാടുണ്ടല്ലോ നിന്റെ അച്ഛന്മാര്. ഇതിൽ ഏതിലെ കണ്ടുപിടിക്കും? ഒരു കാര്യം ചെയ്യും, നല്ലത് നോക്കി ഒന്നങ്ങ് പിടി. നിന്റെ അമ്മയെ വിളിച്ചതേ ഉള്ളു കേട്ടോ. കൊള്ളിമീൻ പോലെ ഒരാൾ പാഞ്ഞു പോയി, അതായിരിക്കും നിന്റെ അച്ഛൻ. ചേട്ടാ 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 ദേ നോക്കിയേ, ഈ കളിയാക്കൊന്നും വേണ്ട കേട്ടാ. കളിയാക്കുണ്ടോ? അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരിയാണ് പുള്ളിക്കാരി. ആര്? ചേട്ടൻ അറിയത്തില്ലേ? ഈ നിൽക്കുന്ന ചേച്ചി തന്നെ. ഇത് ഈ ക്യാമറയുടെ കമ്പൊക്കെ ഒന്നെടുത്ത് മാറ്റി ഞാൻ ഒന്ന് കാണട്ടെ ആ കലാകാരി. അടിപൊളി. പറയൂ പോത്തെ. ഞാനൊരു കലാകാരിയല്ല, ഞാൻ ഒന്നാമത്തെ റീൽസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാ ഞാന്. ആണ്? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ചേട്ടാ ഞങ്ങളാണെങ്കിൽ ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമിൽ മീറ്റ് ചെയ്തു, റീൽസ് എടുത്തു, കൊളാബ് ചെയ്തു, ഷെയർ വരെ ചെയ്ത് കഴിഞ്ഞു. ചേട്ടൻ ഇതൊന്നും അറിഞ്ഞില്ലേ? അതും അങ്ങനെയാടാ, ചേട്ടൊന്നും അറിയൂല. ചേച്ചി ഇവിടെ കിടന്ന് കൊളാബ് ചെയ്യുന്നു, റീൽസ് ചെയ്യുന്നു, പിന്നെ ആരൊക്കെയോ ബെൽബട്ടം പിടിച്ച് അടിക്കുന്നു. ചേച്ചി വൈറൽ, അണ്ണൻ വൈറലൊക്കെ ആയിട്ട് അകത്ത് കിടക്കും. ഇതൊക്കെ ഏത് വഴി പോണോ എന്തോ എനിക്കറിയാമേ. ഇവിടെ വരുന്ന പാൽക്കാരൻ്റെ കൂടെ റീൽസ് ചെയ്യും. സത്യം. പത്രക്കാരൻ്റെ കൂടെ റീൽസ് ചെയ്യും. ഗ്യാസ് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ റീൽസ് ചെയ്യും. എന്തിന് തൂക്കാൻ വരുന്ന ബംഗാളിയുടെ കൂടെ ഒരു റീൽസ് ചെയ്യും. എന്റെ കൂടെ റീൽസ് ചെയ്തില്ല. എന്താണ് എന്റെ കൂടെ റീൽസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ചേച്ചി ചേട്ടനോട് റീൽ ചെയ്താല്? എടാ ഇങ്ങനെ ടൈമിംഗ് ഇല്ലടാ. പാൽക്കാരന് ടൈമിംഗ് ഉണ്ട്, പത്രക്കാരന് ടൈമിംഗ് ഉണ്ട്, മീൻകാരന് ടൈമിംഗ് ഉണ്ട്, ഗ്യാസ് കൊണ്ടുവരുന്നതിന് ടൈമിംഗ് ഉണ്ട്. എനിക്ക് മാത്രം ടൈമിംഗ് ഇല്ല. ടൈമിംഗ് ഇതാ പൂന്തോട്ടം നിറഞ്ഞു വരുന്നുണ്ടോ? എനിക്കറിയാമ ഇതൊക്കെ എങ്ങോട്ട് കയറി പോകുന്നു. ഇവിടെ ഞാൻ സൂക്ഷിച്ചു കിടക്കണം, പണ്ട് വന്ന് പരാഗണം നടത്തും. ടൈമിംഗ് ഇല്ല. എനിക്ക് ടൈമിംഗ് ഇല്ലാത്ത 4 ഇപ്പൊ സ്കൂളിൽ പോയേക്കുന്ന ടൈമിംഗ് എന്താന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ. ഇങ്ങനെയാണല്ലോ ഞാൻ കേട്ടത്. അതെങ്ങനാ ഈ കുടിയന്മാർക്ക് വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ഞങ്ങള് ലോകത്തുള്ള കുടിയന്മാരെ മൊത്തം അടച്ചാച്ചു നിൽക്കുന്നത് കേട്ടോടി. നിനക്കറിയാമോ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മളെ കുടിയന്മാരാണ്? അറിയാമോ? അറിയാടി നിനക്ക്? പിന്നെ പറയാൻ സംസാരിക്കും.
ചേട്ടാ ഒന്ന് കേൾക്കട്ടെ തെളിയിച്ചേ. തെളിയിക്കണോ? എന്ത് ഇംഗ്ലീഷ്? കുടിയന്മാരാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് ഞാൻ തെളിയിച്ചു തരും. ഞാൻ നമ്മളെ കുടിയന്മാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. കുടിയന്മാരെല്ലാവരും ഒന്ന് കൈയടിച്ച് ആരുമില്ലേ എല്ലാം ഒരു കുടിച്ചുണ്ട്. നമ്മൾ ആണുങ്ങൾ കുടിച്ചില്ലേ എന്ത് വേണ്ട ഒരു ലിറ്റർ സ്കോച്ച് നമ്മൾ പൊരിക്കും. അങ്ങനെ എല്ലാവരും ഇനി ടൈം നമ്മൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുടിയന്മാരാണ്. ഞാൻ തെളിയിക്കും. ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുടിയന്മാരാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവാ. ബിവറേജ് ഇംഗ്ലീഷ് ആണോ? അതെ. ഷെയർ ഇംഗ്ലീഷ് ആണോ? അതെ. ക്യൂ ഇംഗ്ലീഷ് ആണോ? അതും അതെ. ബില്ല് ഇംഗ്ലീഷ് ആണോ? അതെ. ഫുള്ള് ഇംഗ്ലീഷ് ആണോ? പൈന്റ് ഇംഗ്ലീഷ് ആണോ? വാട്ടർ ഇംഗ്ലീഷ് ആണോ? അതെ. വാട്ടർ ഇംഗ്ലീഷ് ആണോ? അതെ. ടച്ചിങ് ഇംഗ്ലീഷ് ആണോ? അതെ. മിക്സിംഗ്, ഡ്രിങ്കിങ്, വോമിറ്റിംഗ്, സ്ലീപ്പിംഗ്, ഏർലി മോർണിംഗ് നമ്മൾ കുടിയന്മാര് കണ്ടിന്യൂ. അപ്പൊ നമ്മളത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇവരാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഈ പൊന്നുകാലത്ത് അത് എമ്മ അല്ല, അത് മറ്റേ നാക്കിന്റെ അടി വെക്കുന്ന സാധനം. എടി സ്റ്റാമ്പ്. അയ്യോ അത് എഴുത്ത് വിടുന്ന, ഇത് റിലേ വിടുന്ന. എന്റെ പൊന്നും മോളെ ഒന്ന് കാണുന്ന ഹെലികോപ്റ്റർ കയറുന്ന കണക്കാണ് കറങ്ങിപ്പോകുന്നത്. ഒരു ബൈക്കും കൂടെ എടുത്ത് വെച്ചെടുത്തോണ്ടല്ലോ നാട്ടിലെ പിള്ളേർ പറക്കുന്ന പറമ്പ് കാണണം. മുറ്റം തൂക്കുന്ന മുത്തശ്ശി വരെ എടുത്തോണ്ട് പോകും. 16-ന്റെ ഒന്നും പോലും ആ പെണ്ണുപിള്ളയെ കാണത്തില്ല. അത്രയ്ക്ക് ഭയങ്കര പിടുത്തം. ആരും പേടിച്ച് വെക്കല്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞു. അയ്യോ ഹരിതകമ്മ ചേച്ചി പറഞ്ഞോ. ഉണ്ട്. നീ പൊടി ഇല്ല ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, വേണ്ടെങ്കിൽ പോകാം. ഇനി നിങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ പിടിച്ചു നിർത്തത്തൊന്നുമില്ല. നിങ്ങൾക്ക് വേണേ വരാം, വേണ്ടേ പോ. ചേട്ടാ എന്തിരിത്? നിനക്കറിയത്തില്ലേ? ഇല്ല. മറ്റേ ഐറ്റത്തിന്റെ വേറെയാ. നാഗസൈരേന്ദ്രയുടെ അനിയത്തി ചേര സൈരേന്ദ്രി. അപ്പൊ കൊത്തുവാ? ഇല്ല, ഇത് ചീറ്റും. അവളെ അമ്മ ചീത്ത വിളിക്കും. അത്രേ ഉള്ളൂ. ഞാൻ വരുന്നില്ല. നീ ബോഡി, നീ നിന്റെ അമ്മയും നിന്റെ കൊളാബും കൂടെ ചേർന്ന് അവന് ചരട് കെട്ട്. എനിക്കൊന്ന് കാണണം. ഇല്ല, വരുത്തില്ല. എന്നാ ഒന്ന് കാണിക്കാൻ. ഈ വിളിയാടെ നമ്മളെ അങ്ങ് അടുപ്പിക്കുന്നത്. ഇവളുമാർക്ക് എല്ലാവർക്കും എന്ത് കാര്യം സാധിക്കണമെങ്കിലും കണ്ണാ എന്നൊരു വിളിക്കും. നമ്മൾ അടുത്ത് ചെല്ലും. കാര്യം സാധിക്കുമ്പം കറിവേപ്പില കണക്ക് എടുത്ത് തലക്കടിയും തന്ന് പറഞ്ഞു വിടുകയും ചെയ്യും. ഹലോ, എന്റെ പെണ്ണും പിള്ളയല്ലേ കണ്ണാന്ന് വിളിച്ചത്. അതിന് നിങ്ങളുടെ കൃഷ്ണമണി കിടന്ന് കറങ്ങുന്ന എന്തില്ലേ? ഇതെന്തോ മരണക്കണ്ടലില് ബൈക്ക് ഓടുന്ന കണക്ക് എന്നെ കണ്ണാന്ന് വിളിച്ചപ്പം ഇങ്ങനെ കൃഷ്ണമണി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അനിയ, എനിക്കല്ലേ ഫീലിങ്സ്, അതല്ലേ ഫീലിങ്സ്. ആ ഫീലിങ്സ് അല്ലേടാ എനിക്ക്. കറക്റ്റാ. ആ ഫീലിങ്സ് എടാ ബണ്ണിന്റെ ശരീരമുള്ളവനെ. എന്റെ കണ്ണടിച്ചു പോയേ. അയ്യോ ഇതാടാ, ഇത് കണ്ണു പോയാ. കറണ്ട് ചാർജ് അടച്ചില്ലായിരുന്നാടെ. പിന്നെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്ത് വരുന്ന ഭയങ്കര ഫീലിങ്സ്? ഓഹോ, നിനക്ക് തലക്ക് ഓളമാണോ ഈ ബണ്ണിന്റെ കൂടെ നിന്ന് കളിക്കാൻ? അല്ല, പല കൂത്താട്ടവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു മുതുകു കൂത്താട്ടമായി പോയല്ലോ ഇത്. കെട്ടണം. എന്റെ മോൻ എന്ത് ചെയ്യടി? ഒന്നുണ്ട്, അവനൊന്ന് കാണട്ടെ. കഴിച്ചിട്ടേ പോവും. ഓ, എല്ലാവർക്കും നല്ലത് വരട്ടെ ഭഗവാനേ. ഇങ്ങോട്ട് കുഞ്ഞിനെ ഓമനിക്കാൻ ഞാൻ മോനേട്ടാ, കുഞ്ഞാൻ്റെ മോനേട്ടാ, ചക്കര മോനേട്ടാ. മോനെ
അടാ എനിക്ക് നമ്മ കൂടിയന്മാർക്ക് ഇങ്ങനെ താലോലിക്കാനേ പറ്റൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്നാ പിന്നെ താമസിക്കണ്ട, പേരങ്ങ് പറയാം. എന്ത്? ഞാൻ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇല്ല, പേര് വിടുന്നതിന് മുമ്പ്. ആ പേര് പറഞ്ഞു. അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ. അയ്യോ. അയ്യോ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, എനിക്ക് ജീവിക്കണ്ടേ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, എന്നെ കൊല്ലുന്നേ. കണ്ട, എന്നും ഇതാണ് നടക്കുന്ന. ഞാൻ 1 കിലോമീറ്റർ ഇങ്ങനെ ഊങ്ങേ ഉള്ളൂ. അറവല വിളിക്കും പോലെ ഇവളും അമ്മയും കിടന്ന് വിളിക്കും. നാട്ടുകാർ വിചാരിക്കും ഞാൻ ഇവളുകാരെ എടുത്തിട്ട് അടിക്കുമെന്ന്. പയ്യന്മാര് വരും, എൻ്റെ മുതുകത്ത് ഇതേ കണക്ക് കുതിര കയറും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിന് ഞാനൊരു നല്ല പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേണ്ട, നീ പേര് കണ്ടുപിടിക്കണ്ട, ഞാൻ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബ്രഹ്മപുത്രകുമാരൻ. കറക്റ്റ് അവനെ ചോറിനാൻ വിളിക്കുകയും ചെയ്യും. ബ്രഹ്മശ്രീ കുമാരനോ? അത് വേണ്ട. അച്ഛനായ ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. എന്താ പേര്? ഇനി നിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും നിന്റെ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും ചേർത്ത് ഞാനൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കൊള്ളാണ്. നിങ്ങൾക്ക് എന്റെ അമ്മയോട് ഇത്ര സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അമ്മയില്ലാതൊരു ദൈവമുണ്ടോ? നിങ്ങളുടെ അമ്മ എന്തിയെ? എൻ്റെ അമ്മയെ ഞാൻ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി. അപ്പൊ നീയല്ലേ പറഞ്ഞത് അവിടെ കൊണ്ടാക്കാൻ. അപ്പൊ ഞാൻ പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ പേരിടൽ ചടങ്ങും 28 എല്ലാം കൂടെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ മോന് ഈ എങ്ങും സലാലയിലോ എങ്ങും കിട്ടാത്ത ഒരു വെറൈറ്റി പേരാണ് ഞാൻ ഇടാൻ പോകുന്നത്. എൻ്റെ മോൻ്റെ പേര് കേട്ടോളൂ, ആരും കോപ്പി അടിച്ചിടരുത് സാറേ, കോപ്പി അടിച്ചോണ്ട് പോകല്ലേ. അപ്പോൾ എൻ്റെ മോൻ്റെ പേര് OPR. അതെന്ത്? കൊച്ചിന്റെ പേരാണോ ഇവിടുത്തെ? നിന്റെ പേരെന്തുവാ? ഓമന. എന്റെ പേരെന്തുവാ? പുഷ്പൻ. നിന്റെ അമ്മയുടെ പേരെന്തുവാ? രായമ്മ. അപ്പൊ അവരെ 3 പേരും കൂടെ ആദ്യത്തെ അക്ഷരം ഇട്ടിട്ട് OPR. അതല്ലേ നല്ലത്. നിന്നെ പോടി. ആ യേശുവേ.